ഹലോ, നമ്മളിന്നൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണേ കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പൊതിച്ചോറ്. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ട ചമ്മന്തിയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയും അതിൽ ചെറിയ ഉള്ളി, പുളി, ഉപ്പ്, മുളക് പൊടി, വറ്റൽ മുളക് ഇതെല്ലാം കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഞാനിവിടെ വെണ്ടയ്ക്കയാണ് മെഴുക്ക് വരട്ടിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക തന്നെ വേണമെന്നൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് എടുക്കാം, ബീൻസ് എടുക്കാം, അതേപോലെ പയറെടുക്കാം, അത് എന്താ വെച്ചാൽ എടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെണ്ടയ്ക്ക നല്ല ചെറുതായിട്ടൊരു ഫ്രൈ ആയി വരുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് സവോള കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് മെഴുക്ക് വരട്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ റൗണ്ടിലാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലരിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും മെഴുക്ക് വരട്ടി എടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട മീൻ പൊരിച്ചത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് മുളകും അതേപോലെ കുരുമുളകും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിടും കേട്ടോ. മിക്കവാറും മീൻ വറുക്കുമ്പോൾ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ പൊരിച്ചതും ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിൽ ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത അല്ലേ, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഭവമാണ് മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞാൽ. പൊതിച്ചോറിൽ മുട്ട പൊരിച്ചത് ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അതേപോലെ തന്നെ മീൻ പൊരിച്ചതും. അപ്പോൾ നമ്മുടെ മുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് വറ്റൽ മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ച നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കും. ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ഒന്ന് എടുക്കും. എന്നിട്ട് നമ്മളിതിലേക്കാണ് ചോറിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചമ്മന്തി അരച്ചിട്ട് നമ്മളൊരു ബോളാക്കി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് ചോറിൻ്റെ പുറത്തേക്ക്. ഇതിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് തരും. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ള ഇല അങ്ങ് വാട്ടിയെടുക്കാം. ഇലയൊക്കെ അങ്ങ് വാട്ടിയെടുക്കുന്നുണ്ട്. സ്റ്റൗവിൽ വെച്ചാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് ചമ്മന്തിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചോറ് കുറേശ്ശായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നമ്മുടെ മെഴുക്ക് വരട്ടി അങ്ങ് വെക്കാം. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് മീൻ പൊരിച്ചതാണ്. 2 മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ട വറുത്തത് അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മാങ്ങാച്ചാറാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങാച്ചാറാണ്. എന്നിട്ട് നമ്മൾ ഇലയങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്കൊരു ഇത് രാവിലെ കെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അല്ലേ ഒരുപാട് പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകാറുണ്ടല്ലേ. ഇപ്പോഴും ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് കഴിക്കാം. അപ്പോൾ ഇതേപോലെ ചമ്മന്തിയുടെ അകത്ത് ഇങ്ങനെ ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.